അപ്പം ഇന്ന് വീക്കെൻഡാണ്, ഫ്രൈഡേ ആണ്. മര്യാദയ്ക്ക് എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങാം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ അപ്പോഴേക്ക് സനുക്കാട് MES എന്തോ ഒരു അവർ നടത്തുന്ന ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഫുട്ബോൾ, അതായത് പിള്ളേരുടെ ഫുട്ബോൾ പരിപാടിയാണ്. അപ്പം രക്ഷയില്ല, നമ്മൾ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. ഹൈലൈറ്റ് എന്തെന്ന് വെച്ചാൽ തുളസിയുടെയും റീമയുടെയും മക്കൾ വരുന്നുണ്ട്. അപ്പം അവരും ഉണ്ട്. അപ്പം എന്തായാലും പോകുന്നത് കൊണ്ട് ഹാപ്പിയായി. അവർ വരുന്നതെന്ന് കേട്ടപ്പോൾ നല്ല ഹാപ്പിയായി. അതുപോലെ തന്നെ ഇത് ഈ രണ്ടെണ്ണം അതുപോലെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പം ജിയ വരുന്നുണ്ടെന്ന് പറഞ്ഞു. തുളസിയുടെ മോളാണ് ജിയ, അതുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോകുന്നത് മെയിനായിട്ട് റീമേനെയും തുളസീനെയും കാണാം, ഇവർ ജിയനെയും കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ പോകുന്നത്. പാർക്ക് ഇംഗ്ലീഷ് സ്കൂളാണ്, അങ്ങനെ അതാണ് വെന്യൂ. നമ്മൾ അങ്ങോട്ട് പോവാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. 4 മണി മുതൽ 8 മണി വരെ എങ്ങനെയാണ് പരിപാടി. ഇപ്പോൾ സനക്ക നേരത്തെ പോയി, നമ്മളിപ്പോൾ പുറകെ പോവാണ്. ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കട്ടെ. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വ്ളോഗ് ചെയ്യാൻ പറ്റുമോ നോക്കാം. സോ അങ്ങനെ നമ്മുടെ ഗ്യാങ് മൊത്തം എത്തിയിരിക്കുന്നു. റീംസ്, ജിയ ബിബി, നമ്മുടെ ഇന്നത്തെ ഫുട്ബോൾ താരങ്ങൾ. ഹലോ, ഇതുണ്ട് എല്ലാവർക്കും വിശേഷം. ഇന്ന് ഫുട്ബോളൊക്കെ കളിക്കാൻ റെഡി? ഓ യെസ്, ടീം സനൂജ്. എന്റെ തുമ്മ. ചായ ഉണ്ടോ സനുക്ക? ഓൺ ദ വേ ആണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കറങ്ങി, അപ്പൊ പിന്നെ 5 മിനിറ്റ്, പിന്നെയും കറങ്ങി 6 മിനിറ്റ്, പിന്നെ ഞങ്ങൾ 9 മിനിറ്റ് 10 മിനിറ്റ് ആയപ്പോ ഞങ്ങൾ സക്സസ്ഫുൾ ആയിരുന്നു. നല്ല ബോറാണ് ഗൈസ്. പിന്നെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയും ടൈം പോയേനെ. ആ വിഷമത്തിലാണ് നമ്മളിപ്പോൾ. പഴംപൊരി, കട്ട്ലറ്റ്, ചായ, അയ്യോ ചൂട് ചായ, അടിച്ച ചായ. നമുക്ക് ചായ കുടിക്കാൻ പോയാലോ? ഇവരുടെ അടിപൊളി ഐഡിയ. തൂ ഒരു നല്ല ഐഡിയ പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും അതായിരിക്കും. അതെ, അതെ, ഒരു അതെ നാരങ്ങ മിഠായി മേടിച്ചുകൊണ്ട് വരാം. അപ്പം നോക്കാം. ഇവിടെ ചായ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പുറത്തു പോയി ചായ കുടിക്കും. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ MREയിൽ എത്തിയിരിക്കുകയാണ്. അതിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെയല്ല, ഇങ്ങനെ നിന്നെയാണോ എടുക്കണം? നിന്നെയാണോ ഇതിന് ഇഷ്ടമായത്? എന്നെ ഫേസ് ട്രാക്ക് ചെയ്യാ. നീ എവിടെ അങ്ങനെ നിക്കുള്ളൂ. ഒരു രക്ഷയില്ല. എനിക്ക് 2-3 കൂട്ടുകാരുള്ളത് ഇതാണ് അവസ്ഥ. ഒറ്റയാളതിന് ക്യാമറ ഇഷ്ടമല്ല. അപ്പൊ സഹിക്കണം നിങ്ങള്. 3 ചായ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു 2 ഉന്നക്കായ, ഒരു പഴംപൊരി, ഒരു തിന്നിട്ട് പഫ്സ്, അതൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ്. അതായത് ബണ്ണ് നിറച്ചതുണ്ട്. എന്തോ ഒരു പുതിയ ഐറ്റമാണ്. ഇതൊന്ന് സാധനം ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. പിന്നെ പഴംപൊരി, പഫ്സ്, ഉന്നക്കായ, ഏലാഞ്ചി, ഇത്രയും സാധനങ്ങളുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ സന്തോഷം. അങ്ങനെ ചായ ഹാപ്പിയായി. ഡ്രീംസിന്റെ പാതി ചായകളെല്ലാം കുടിച്ച് പിന്നെ കടികളൊന്നും അങ്ങോട്ട് എന്തോ ഉഷാറായില്ലല്ലേ. എണ്ണ ഭയങ്കര എണ്ണയായിപ്പോയി. എന്തായാലും ചായ കിട്ടിയല്ലോ, അത് തന്നെ വരാൻ പോകുന്നത്. എന്താണ് എന്തൊക്കെയോ ടെമോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഡ്രീംസിന്റെ കണ്ടുപിടുത്തമാണ് പ്ലംപിംഗ് എന്തോ സാധനം. ഡക്ക് ലിപ്സ് അങ്ങനെയാവും. നല്ല കളറാണ്. ഇങ്ങനെ വെക്കും. നല്ല എരിവ് ഗൈസ്. അത് ഡക്കായിക്കൊണ്ടിരിക്കുകയാണ്. പൊളി കളർ കേട്ടാ. എന്തൊക്കെ പോയി എരിയുന്നുണ്ട്. എനിക്ക് ഡക്കായിക്കൊണ്ടിരിക്കുക പ്രോസസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഐറ്റം. നിങ്ങൾക്ക് ഡക്ക് ചുണ്ട് വേണമെങ്കിൽ ഇത് ഓക്കെ വെച്ചോ. നിക്സിന്റെ ഡക്ക് പ്ലം
ആയിട്ടാണ് തോന്നുന്നത്. ഇടുമ്പോൾ ഇച്ചിരി നീറ്റലൊക്കെ ഉണ്ട്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഞാൻ കുറച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കാണിച്ചു തരാം. ഇനിയുണ്ട് ആ ഖജനാവിൽ, ഇനിയും സാധനങ്ങളുണ്ട്, ഓരോന്നായിട്ട് വരുന്നു. ഹൈഡ്രേറ്റിംഗ് ആണ് കേട്ടോ. ലിപ്പ് ഹൈഡ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതെന്താണെന്ന് പറഞ്ഞാൽ നിനക്ക് കളർ ചെയ്തിട്ടുണ്ട് കേട്ടാ. പോയി അത് കൊണ്ടുപോയി. അത് പോയി. ഹൈഡ്രേറ്റ് ചെയ്യണ സാധനം പോയി. വേറെ മേടിച്ചോ. ഇതാണ് ആ സാധനം. നിക്സിന്റെ ലിപ്പ് ഐവി ഹൈഡ്രേറ്റിംഗ് സിറം ഗ്ലാസ്. കൊള്ളാം കേട്ടാ. നോസ്പിൻ നോക്കൂ. അത് നമ്മുടെ ഷീനിന്ന് വാങ്ങിച്ചതാട്ടോ. പക്ഷെ അടിപൊളി നോസ്പിൻ കൊള്ളാം. അപ്പൊ ഷീനിന്ന് നോസ്പിൻ മേടിക്കുന്നത് ഇസ് എ നൈസ് ഓപ്ഷൻ. കൊള്ളാം. നല്ല എന്താ പറയാ, തിളക്കമുണ്ട്. നമ്മള് ഒറിജിനൽ ആണെന്നും അല്ലാന്ന് പറയത്തില്ല. ഡയമണ്ട് അല്ല. ചേരാത്തതാണ്. അത് കൊള്ളാം കേട്ടോ. നന്നായിട്ടുണ്ട്. അത് നന്നായിട്ട് ചെയ്യുന്നു. അവളവിടൊക്കെ മേടിച്ചോണ്ട് വരും. അത് നമ്മളിങ്ങനെ അടിച്ചു മാറ്റും. ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതെ, നമ്മൾ പറഞ്ഞുതരും. ഇതാണ് ക്യാമറ കാണിച്ചാ പിന്നെ നിങ്ങൾക്ക് റീംസിന് ശരിക്കും അറിയാതെ ശരിക്കും ഒരു എന്റർടൈൻമെന്റ് പാക്കേജാണ് ഇരിക്കണേ. പക്ഷേ ക്യാമറയുടെ മുമ്പിൽ രക്ഷ. അടുത്ത ഇനി കാതില കാണിച്ചു തരാം. നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത് അടിപൊളി അല്ലേ. ഇത് ഷീന നല്ല ഉണ്ട്. അങ്ങനെ റീംസ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുകയാണ്. മിക്കവാറും ഇത് ഞാൻ പോയി മേടിക്കണമെന്നായിരിക്കും. നിക്സിന്റെ നല്ല ഇല്ല, പക്ഷെ ചെറുതായിട്ടൊന്ന് ചെറിയ പ്ലംബായിട്ടുണ്ട്. വക്രയിലുള്ളവർക്ക് നിക്സിന്റെ പ്രോഡക്ട്സ് അവൈലബിൾ ഓക്കെ. അവിടെ പോയാൽ ഇതെല്ലാം മേടിക്കാം. പിന്നെ നിക്സ് ഉള്ള എല്ലാ സ്ഥലങ്ങളും നിങ്ങൾ കണ്ടുപിടിച്ച് മേടിക്കുക. ഇനിയിപ്പോ മിക്കവാറും റീംസ് ഉടനെ ഒന്ന് നിക്സ് വരെ പോവേണ്ടി വരും. കാരണം എല്ലാ സാധനങ്ങളും മിക്കവാറും ഇപ്പൊ ആ ബാഗ് തുറന്ന് നമ്മൾ അടിച്ചു മാറ്റുന്ന എല്ലാ ലക്ഷണമുണ്ട്. ബാഗ് കൊണ്ട് ഓടിക്കോ. എനിക്ക് റീംസ് എന്താ തന്നേന്ന് കണ്ടാ സ്നേഹമായിട്ട് ആ സാധനം. അതിപ്പോ അതേ ഹൈ ഇട്ട് നോക്കുന്നുണ്ട്. It's not matte, it's gloss. എല്ലാവർക്കും ചേരുന്നുണ്ടല്ലോ ഇത്. നൈസ്. അടുത്ത ആളിടുന്നത് ചെറിയൊരു നീറ്റലുണ്ട് കേട്ടോ. പ്ലംബാവും. പൊളി സാധനം. നിങ്ങളൊക്കെ പോയി വാങ്ങിച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് പറയൂ. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതുപോലത്തെ സാധനങ്ങൾ പുതിയത് മേടിക്കുമ്പോ പറഞ്ഞാൽ മതി, ഞാൻ വരാം. അതെ, എല്ലാം പോയി. എന്റെ ഭർത്താവ് എന്തൊക്കെയോ ഭയങ്കര പ്രസംഗമൊക്കെ. എന്താ ഫുട്ബോൾ കളിക്കാത്ത? കളിച്ചൂടായിരുന്നോ? മെഡലൊക്കെ കിട്ടൂലേ? പിന്നെ സിദാൻ ആര്യന്റെ ടീമാണ് ജയിച്ചത്. നമ്മൾ ഒരു സ്മാർട്ട് മൂവ് ചെയ്ത് എന്താന്ന് വെച്ചാല് സിദാനെയും ആര്യനെയും ഒരു ടീമില്, റിഹാനെയും അർജുനെയും ഒരു ടീമില്. അപ്പൊ ആര് ജയിച്ചാലും നമുക്ക് പ്രൈസ് കിട്ടുമല്ലോ. പ്രസിഡന്റ് ട്രോഫി കൊടുക്കുന്നുണ്ടോ? അതായത് കളിക്കുന്ന കുട്ടികൾക്കൊക്കെ മെഡൽ കൊടുക്കുന്നത് അവരുടെ പാരന്റ്സ് ആണ്. That is an amazing gesture, Ramius. ഒന്ന് പ്രസിഡന്റ് വേഗം വിളിച്ചു തീർക്കും. എനിക്കൊക്കെ ഒരു കുട്ടിയുള്ളൂ, മറ്റേ കുട്ടി ഞാൻ ദത്തെടുത്താണെന്ന് പറഞ്ഞാൽ മതി. കണ്ട ആൾക്കാർ ബോധക്കെടും. Rihan is our guest player. അങ്ങനെ റിഹാൻ, സിദാൻ, അർജുൻ, ആര്യൻ ഒക്കെ മെഡൽ മേടിക്കുകയാണ്. ആര്യന് മെഡൽ കൊടുത്തതാണ്. അതാണ് അടുത്തത് സിദാൻ.
ഇത് റീംസിന്റെ ട്വിൻസ് ആണ് കേട്ടോ, സിദാനും റിഹാനും. നമ്മുടെ ഹൈറയും പോലെ തന്നെ സിദാൻ റിഹാൻ ഒരു ട്വിൻസ് ആണ്. The champions of category D, Team Chelsea. ഇങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോവുകയാണ്. പിള്ളേർക്കൊക്കെ ട്രോഫി മെഡലും ഒക്കെ കിട്ടിയിട്ടുണ്ട്. എൻജോയ്. സോ ഇന്നെന്താ പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അന്ന് നിങ്ങൾ ഈ ജാക്കറ്റ് കണ്ടിട്ട് ദീപ്സ് ഒരു ഗിഫ്റ്റ് ടർക്കിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും. ആ ജാക്കറ്റാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 4 പേരും കൂടി ഈ ജാക്കറ്റ് ഇട്ടിട്ട് ഒരു റീൽസ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ നേരെ റീംസിൻ്റെ വീട്ടിൽ പോവാണ്. നമ്മൾ അവരന്ന് മീറ്റ് ചെയ്യും, എന്നിട്ട് എവിടെയെങ്കിലും പോയിട്ട് റീൽസ് ചെയ്യണം. അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ അങ്ങനെ ഇറങ്ങാണ്. റീംസിൻ്റെ വീടെത്തിയിരിക്കുകയാണ്. റീംസിൻ്റെ വീടെത്തി. ഇതാണ് റീംസിൻ്റെ വീട്. ഒയ്യോ, പോളണ്ടിൽ പോയ ആളെ കളഞ്ഞിട്ടി. ചായ ഉണ്ടാക്കണോ? നോക്കുന്നത് സ്നേഹം നോക്ക നമ്മുടെ സഹോദരന്. എവിടെയായിരുന്നു? അങ്ങനെ നമ്മുടെ സഹോ കിട്ടിയിരിക്കുകയാണ്. പോളണ്ടിൽ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഒയ്യോ, കുറെ നാളെ. നമ്മളൊന്നും വേണ്ടേ? അയാനെ കുറെ നാൾക്ക് ശേഷമാണ് കാണുന്നത്. അയാൻ അങ്ങനെ ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഇങ്ങനെ പൊങ്ങി ഇവിടെയൊക്കെയാണോ പോകുന്നത്. അങ്ങനെ ഇതേ അടുത്ത സുന്ദരീനെ കണ്ടോളൂ. ഇനി അടുത്ത 2 സുന്ദരിമാര് ഓൺ ദ വേ ആണ്. വരട്ടെ, വന്നിട്ട് നമ്മൾ ബാക്കി പരിപാടികളൊക്കെ കാണിച്ചിട്ട്. ഫൈസൽ ബ്രോ എനിക്ക് ചായയൊക്കെ ഇട്ട് കൊണ്ടുവരികയാണ്. പക്ഷെ എനിക്ക് വയ്യ. ഫൈസൽ ബ്രോ ചായയൊക്കെ പോളണ്ടിൽ പോയി ചായയൊക്കെ ഇട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ച്. അതാണ് ഓക്കെയാണ് നമ്മുടെ ഫൈസൽ ബ്രോയിന്റെ ചായ. അടിപൊളി ചായയാണല്ലോ. കടുപ്പും മധുരമൊക്കെ കറക്റ്റ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലൊക്കേഷൻ, ബക്ര പാർക്ക്. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ബീച്ചാണ് ഗൈസ്. എനിക്ക് അങ്ങോട്ട് പോയി കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലൊക്കേഷൻ, ബക്ര പാർക്ക്. ബാക്കി എല്ലാം എത്തിയിട്ടുണ്ട്. സോ കൊറിയോഗ്രാഫർ, വീഡിയോഗ്രാഫർ, ഡയറക്ടർ എല്ലാവരും ഉണ്ട്. ലൊക്കേഷനൊക്കെ സിനിമാറ്റോഗ്രാഫേഴ്സ്, ലേറ്റായിട്ട് വന്ന ആക്ടേഴ്സ് എല്ലാവരും. രണ്ടാള് സൈഡിൽ വന്നിട്ട് ബൈക്കും വണ്ടി ഓടിക്കും. നേരത്തെ കുഴപ്പമുണ്ടോ? ബൈക്ക് ഓടിക്കുന്നത് അവര് വേറെ ബൈക്ക് നമ്മള് വേറെ ബൈക്ക്. ഇവർക്കൊക്കെ ഞാൻ ജിമ്മിൽ പോയിട്ട് ഞാൻ നല്ല മെലിഞ്ഞ് വരണതിന്റെ കുശുമ്പാണ്. ഓരോ പ്ലാനുമായിട്ട് വരും. കറക്റ്റ് വൈകിട്ടാകുമ്പോഴത്തേക്കും അവിടെ പോവാ ഇവിടെ പോവാൻ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, നീ വരണ്ടെന്ന്. പക്ഷെ എനിക്ക് പടം കാണണമല്ലോ. അത് വ്യാഴാഴ്ച കണ്ടെന്താ പ്രശ്നമോ? അങ്ങനെ നമ്മൾ സിനിമ കാണാൻ സിനിമ വന്നേക്കാണ്. ഏത് പടം പറയൂ. അങ്ങനെ അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മളിപ്പം കഫേയിൽ. ലണ്ടൻ ബേസ്ഡ് കഫേയാണ് കേട്ടോ ഇത്. തുടങ്ങിയ സമയത്തുള്ള കാണുമായിരുന്നു, ക്യൂ ഒക്കെ നിൽക്കുമായിരുന്നു. അവിടെ ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു കോർണർ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഒരു മനുഷ്യൻ പോയിട്ട് ഈച്ച പോലും അവിടെ ഇല്ല. ഈച്ച ആട്ടാൻ പോലും അവർക്ക് ഈച്ച പോലും ഇല്ല. അതൊക്കെ അവസ്ഥ. മുമ്പൊക്കെ നമ്മൾ 2 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ അവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോയിൻമെന്റും റിസർവേഷനും ക്യൂവും രക്ഷയിലായിരുന്നു തിരക്ക്. ഒരു മനുഷ്യനും വേണ്ട. എൻ്റെ വൈബ് വേറെ തന്നെ ഒരു വൈബാണ്. എൻ്റെ ഓഫീസ് എവിടെയാണ്. എന്നെ പിക്ക് ചെയ്തിട്ട് എളുപ്പത്തിനാണ് ഇവിടെ ടിക്കറ്റ് എടുത്തത് കാണാൻ. നമ്മളിങ്ങനെ ഇവിടുത്തെ വൈബൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് ഞാൻ എന്താ വാങ്ങിച്ചേ? എന്ത് കാപ്പി? കാപ്പിയാ ഞാൻ മേടിച്ചപ്പോ. ചായ, സ്പൈസ്ഡ് ചായ. എന്താ അവസ്ഥ നോക്കാം. ബാങ് ഷ്രിമ്പും സ്വീറ്റ് പൊട്ടേറ്റോവും വാങ്ങിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? വായ ഉള്ളിയാ. അങ്ങനെ
എന്തോരം ആൾക്കാരെ കൂടെ നമ്മൾ സിനിമ കണ്ടാന്നുണ്ടാ. വലിയ തിയേറ്ററും നമ്മൾ മോർണിംഗ്. അങ്ങനെ വെനസ്ഡേ ആയിട്ടുണ്ട്. ഞാനിപ്പോ ഓരോ ദിവസം എണ്ണിയാണ്. നാളെ തേഴ്സ്ഡേ ആണല്ലോ എന്നുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ. പണിയെടുത്ത് ഇനി അടുത്ത ആഴ്ചത്തെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച തേഴ്സ്ഡേ 18th ആണ്. ദാറ്റ് മീൻസ് നാഷണൽ ഡേ. അപ്പൊ നമുക്ക് ഓഫാണ്. പിന്നെ ഒരു ഹൈലൈറ്റ് ഈസ് 19th നമ്മള് 19th ഒരു ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാ പോകുന്നേന്ന് 19th പറഞ്ഞാ പോരെ? പറയണോ? പോരെ? പറയണ്ടല്ലോ, കാണിച്ചു കൊടുക്കാം. ഓക്കെ, കാണിച്ചു കൊടുക്കാം. ഓൾ റൈറ്റ്. 19th നമ്മള് പോകുമ്പോ കാണിച്ചു തരാം എങ്ങോട്ടാ പോകുന്നേ എന്നുള്ളത്. എനിവേ, നമ്മൾ കളങ്കാവൽ കണ്ടു. ഹൗ വാസ് ദ മൂവി സങ്ക? എന്താണ് അഭിപ്രായം? മെഗാസ്റ്റാർ ഈസ് ഓൾവേസ് എ മെഗാസ്റ്റാർ. അത് എന്ത് വന്നു കഴിഞ്ഞാലും ആള് ഒരു രക്ഷയില്ല. ചില സീൻസ് ഒക്കെ ഉണ്ട്. വിനായകന്റെ ആ പഴയ നമ്മ ഇന്റർവ്യൂല് കാണുന്നത് മുൻപ് സിനിമ കണ്ട വിനായകന്റെ ഒരു ട്രേസസ് പോലും ഈ പടത്തിലില്ല. ഇപ്പഴത്തിന് കംപ്ലീറ്റ്ലി ന്യൂ വിനായകൻ. അതാണ് എനിക്ക് ഇഷ്ടം. വേറെ ആരുമില്ലല്ലോ. ക്യാരക്ടർ 2 പേരല്ലുള്ളൂ സിനിമയില്. കൊറേ നാളെ കടയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടും. അതെ, അടിപൊളിയായിരുന്നു. എന്നാൽ ആ തിയേറ്ററിൽ ഇത് നടക്ക് നല്ലപോലെ ഇറങ്ങി. നീ എന്താ വയസ്സായി തിയേറ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ സ്ട്രെച്ചിൽ പടം കാണാൻ പറ്റുന്നത്. നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ നമ്മുടെ വിശേഷം നല്ല മൂവിയായിരുന്നു. എനിക്കും വിനായകൻ പെർഫോമൻസ് വാസ് ഔട്ട് ഓഫ് ദ വേൾഡ്. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ബട്ട് നല്ലൊരു എന്താ പറയാ, റിയൽ ലൈഫിൽ നടന്നൊരു ഇതൊക്കെയാന്ന് പറയുന്നു. ഐ മീൻ, അമ്മേ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ടു മച്ച്. അങ്ങനെയൊക്കെ. അപ്പൊ അതാണ് വിശേഷം. അപ്പോ ഇന്റർവൽ പഞ്ച്, ഇന്റർവൽ പഞ്ച് സ്റ്റാൻലി ദാസിന്റെ ഒരു വരവുണ്ട്. കേറി വന്ന് മൊമെന്റ് മറ്റേ റൗണ്ട് വരവുണ്ടല്ലോ. അടിപൊളി പടം, അടിപൊളി. എല്ലാരും കണ്ടോ? കളങ്കാവൽ കണ്ടോ? എനിക്ക് അഭിപ്രായം എന്താണ്? അപ്പൊ അതൊക്കെ തന്നെ നമ്മുടെ വിശേഷം. ഞാനിങ്ങനെ ഇന്ന് കഷ്ടപ്പെട്ട് ഓഫീസിൽ പോകുന്നുണ്ട്. പണിയെടുത്ത് മാടുത്ത് എനിക്കൊരു ബ്രേക്ക് വേണം. ബ്രേക്ക് എന്നുള്ളൊരവസ്ഥയിലാണ്. അപ്പൊ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു നെക്സ്റ്റ് വീക്ക്. പിന്നെ 2 ആഴ്ച ഞാൻ ഓഫാണ്. ആനുവൽ ലീവാണ് ജനുവരി 2 വരെ. സോ അത് ആലോചിക്കുമ്പോ ഒരു വല്ലാത്ത സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് ഇപ്പൊ ഞാനിങ്ങനെ എന്നെ ഇങ്ങനെ ആക്റ്റീവായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അനക്കാക്കി വരുന്നതിന് സന്തോഷമുണ്ടോ? എന്താ പറയാ, ഡിസംബർ ജനുവരി ഭയങ്കര ഇഷ്ടം. ജനുവരി എന്താ? ജനുവരി ബിക്കോസ് ജനുവരി 3-ാം തീയതി ബർത്ത്ഡേ അങ്ങനെയൊന്നുമില്ല. അയ്യോ, ഞാൻ ആ സമയത്ത് എനിക്ക് ഓഗസ്റ്റ് എന്ന് പറയുന്ന മാസം ഭയങ്കര ഇഷ്ടമാണ്. അത്രയും എനിക്ക് എന്റെ ബർത്ത്ഡേ മന്ത്, എന്റെ ബർത്ത്ഡേ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ. അപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നല്ലൊരു ഡേ ആവട്ടെ ഇന്ന്. See how it goes and keep smiling. Have a nice day. Love you all. Bye-bye. Bye-bye. പറയൂ. Okay.